നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 23. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരതഃ കർമ്മ സമഗ്രം പ്രവിലീയതേ. ഞാൻ എൻ്റേത് എന്ന ഭാവങ്ങളിൽ നിന്ന് മുക്തനും സദാ ബ്രഹ്മത്തെ തന്നെ അനുഭവിക്കുന്നവനും എല്ലാ കർമ്മങ്ങളും യജ്ഞരൂപത്തിൽ അനുഷ്ഠിക്കുന്നവനുമായ ജ്ഞാനിയുടെ കർമ്മങ്ങളെല്ലാം സമ്പൂർണമായി കെട്ടടങ്ങുന്നു. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത് കർമ്മം ഉപേക്ഷിക്കണമെന്നല്ല, കർമ്മത്തിലെ ആസക്തി ഉപേക്ഷിക്കണമെന്നാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഇതിൻ്റെ ഫലം എനിക്ക് തന്നെ ലഭിക്കണം എന്ന ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് കർമ്മം നമ്മെ ബന്ധിക്കുന്നത്. എന്നാൽ ഒരു ജ്ഞാനി തൻ്റെ കർമ്മങ്ങളെ ഈശ്വരന് സമർപ്പിച്ച് യജ്ഞഭാവത്തോടെ ചെയ്യുന്നു. അവന് വ്യക്തിപരമായ ലാഭനഷ്ടങ്ങളോട് അമിതമായ ആസക്തിയില്ല. കർമ്മം ചെയ്യുക എന്നത് തൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കി ഫലം ഈശ്വരനിൽ സമർപ്പിക്കുന്നു. അങ്ങനെ അഹങ്കാരവും ആസക്തിയും ഫലപ്രതീക്ഷയും ഇല്ലാതെ ചെയ്യുന്ന കർമ്മം ബന്ധനത്തിന് കാരണമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഗീത നമ്മെ പഠിപ്പിക്കുന്നത് കർമ്മം ചെയ്യാതിരിക്കുകയല്ല മോക്ഷത്തിലേക്കുള്ള വഴി. ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുകയാണ് യഥാർത്ഥ കർമ്മയോഗം. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഈശ്വരാർപ്പണമായി മാറുമ്പോൾ കർമ്മം നമ്മെ ബന്ധിക്കാതെ ആത്മശുദ്ധിയിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നു. ഹരേ കൃഷ്ണ. നന്ദി.